അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 61-ാമത്തെ കിതാബ് കിതാബുൽ മനാഖിബ്, ഗുണഗണങ്ങളുടെ കിതാബ്, മഹത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാഹു തആലയുടെ വചനം: അല്ലയോ മനുഷ്യകുലമേ, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. 49-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. അല്ലാഹു തആലയുടെ വചനം തുടരുന്നു: നിങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിനെ ഭയക്കുക. ആരിലൂടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള അവകാശങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ സാധൂകരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ രക്തബന്ധം മുറിക്കാതിരിക്കുക. തീർച്ചയായും അള്ളാഹു എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. 4-ാമത്തെ സൂറത്ത് 1-ാമത്തെ ആയത്ത്. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ചീത്ത ആചാരങ്ങളെയൊക്കെ വിരോധിക്കുന്നതാണ് ഇത്. ഖൗലുല്ലാഹി തആല: യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ. അൽ ഹുജറാത്ത് 13. വഖൗലിഹി വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും. അന്നിസാ 1. വമായുൻഹ അൻ ദഅവൽ ജാഹിലിയ്യത്തി അശ്ശുഊബുൻ നസബു അൽ ബഈദു വൽ ഖബായിലു ദൂന ദാലിക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു ഈ ആയത്തിനെ സംബന്ധിച്ച്: എന്നിട്ട് നാം നിങ്ങളെ ശുഅബ, അതായത് രാജ്യങ്ങളും, ഖബായിൽ, ഗോത്രങ്ങളും ആക്കി തിരിച്ചിരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്നതിന് വേണ്ടി. 49-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. ശുഅബ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഖബായിൽ ആണ്, അതായത് വലിയ ഗോത്രങ്ങൾ. രാജ്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഗോത്രങ്ങളെ ആകുന്നു. ഖബായിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോത്രങ്ങളാണ്, അതായത് ഉപഗോത്രങ്ങൾ, ഗോത്രങ്ങളുടെ തായ് വഴി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ وجعلناكم شعوبا وقبائل لتعارفوا قال الشعوب القبائل العظام والقبائل البطون. വലിയ വലിയ ഗോത്രങ്ങൾ, ഇപ്പോൾ ഈ ഖുറൈശി ഗോത്രം എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ ഒരുപാട് ഉപഗോത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമുക്കത് മുന്നോട്ട് വരുന്നുണ്ട്, കാണാം ഇൻഷാ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു: ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ആരാകുന്നു മനുഷ്യരിൽ ഏറ്റവും ആദരണീയനായ മനുഷ്യൻ എന്ന്. അതായത് നമ്മൾ മഹത്വം അല്ലെങ്കിൽ മനാഖിബ് പറഞ്ഞിരുന്നു, ഗുണഗണങ്ങളുടെ കിതാബാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലാരും ഒരാൾ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മനുഷ്യരിൽ ആരാ ഏറ്റവും ആദരണീയൻ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനോടുള്ള കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നവനാകുന്നു അത്. അതിനെപ്പറ്റിയല്ല ഞങ്ങൾ താങ്കളോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂസുഫ് ആകുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖീല യാ റസൂലുള്ളാഹി മൻ അക്രമുന്നാസ് ഖാല അത്ഖാഹും ഖാലു ലൈസ അൻ ഹാദാ നസ്അലുക ഖാല ഫയൂസുഫ് നബിയുല്ലാഹ്. കുലൈബ് ബിൻ വായിൽ വിശദീകരിക്കുന്നു: ഞാൻ സൈനബ് ബിൻത് അബി സലമ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയുടെ മകൾ ആണ്. അപ്പോൾ ആദ്യ വിവാഹത്തിലൊക്കെ ഉള്ളതായിരിക്കും. കാരണം നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ എന്ന് പറയുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എല്ലാവരും നല്ല പ്രായമുള്ളവരായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കി എല്ലാവരും പ്രായം ഉള്ളവർ ആയിരുന്നു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ അലൈഹിസ്സലാമിൽ മാത്രമാണ് കുട്ടികൾ ഉള്ളത്, മറ്റാരിലും കുട്ടികൾ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യത്തെ വിവാഹത്തിലൊക്കെ ഉള്ള കുട്ടികൾ ആയിരിക്കും. കാരണം എടുത്തു പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ മകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്നോട് പറയൂ, അല്ലെ വിശദീകരിക്കൂ എന്നായിരുന്നു ചോദ്യം. അദ്ദേഹം മുദർ ഗോത്രത്തിൽ നിന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അതെ, അദ്ദേഹം മുദർ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു. അതിലെ അൻ നദർ ബിൻ കിനാന എന്ന് പറയുന്ന ഉപഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു. ഹദ്ദസന കുലൈബ് ഇബ്നു വാഇലിൻ ഖാല ഹദ്ദസത്നി റബിയത്തു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് അബി സലമത ഖാല ഖുൽതു ലഹാ അറഅയ്തി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിൻ മുദർ ഖാലത്ത് മിമൻ കാന ഇല്ലാ മിൻ മുദർ മിൻ ബനി നദ്രി ബിൻ കിനാന. കുലൈബ് വിശദീകരിക്കുന്നു: റബീബ എന്നോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ മകൾ. അപ്പം മുമ്പിലുള്ള അതേ ഹദീസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അത് സൈനബ് ആയിരുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വിരോധിച്ചിരുന്നു. അദ്ദുബ്ബ, അൽ ഹന്തം, അൽ മുഖയ്യർ, അൽ മുസഫാത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പുള്ള ഹദീസുകളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു,
എന്നോട് പറയൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു? അദ്ദേഹം മുദർ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നോ? അവർ മറുപടി പറഞ്ഞു, അദ്ദേഹം മുദർ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു. അതിലെ ഉപഗോത്രമായ അൻ നദർ ബിൻ കിനാനയിൽ നിന്നുള്ള ആളായിരുന്നു. ഹദ്ദസനാ കുലൈബുൻ ഹദ്ദസത്നി റബീബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലുന്നഹ സൈനബ ഖാലത്ത് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ദുബ്ബാഇ വൽ ഖന്തമി വൽ മുഖയ്യരി വൽ മുസഫത്തി വഖുൽതു ലഹാ അഖ്ബരിനി അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മൻ കാന മിൻ മുദറ കാന ഖാലത്ത് ഫമിമ്മൻ കാന ഇല്ലാ മിൻ മുദർ ഖാല മിൻ വലദിൻ നദരി ഇബ്നു കിനാനത. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ കാണുന്നില്ലേ, ആളുകൾ ലോഹങ്ങളെ പോലെയാവുന്നു. അവരുടെ പ്രകൃതവും അവരുടെ ഉൽപ്പത്തിയും സംബന്ധിച്ച കാര്യങ്ങളിൽ. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ നല്ലവരായി ഉണ്ടായിരുന്നവർ ഒക്കെ അവർ ഇസ്ലാമിന് ശേഷവും അല്ലെങ്കിൽ ഇസ്ലാമിൻ വന്നതിന് ശേഷവും നല്ലവർ ആയിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ നല്ല സ്ഥാനമാനങ്ങളുള്ള ആളുകൾ ആയിരുന്നു. അവർ വിവരം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇസ്ലാമിൽ വന്ന് നന്നായി മതം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് മുമ്പും അതിനുശേഷവും ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും നല്ലവർ. നിങ്ങൾ കാണുന്നില്ലേ, ഈ കാര്യത്തിൽ ആളുകളിൽ ഏറ്റവും ഉത്തമരായവർ, അതായത് വിധി പറയുന്ന കാര്യത്തിൽ അവരാകുന്നു ഏറ്റവും കൂടുതൽ അത് ഇഷ്ടപ്പെടാത്തവർ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തജിദൂന الناس മഅദിന ഖിയാറുഹും ഫിൽ ജാഹിലിയ്യതി ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖിഹു വതജിദൂന ഖൈറൻ നാസി ഫി ഹാദ അശ്ശഅനി അശദ്ദഹും ലഹു ഖറാഹിയതൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, ആളുകളിൽ ഏറ്റവും മോശമായ ആളുകൾ എന്ന് പറയുന്നത് രണ്ട് മുഖം ഉള്ളവർ ആകുന്നു. ഒന്നിലേക്ക് അവർ ഒരു മുഖവുമായി വരികയും മറ്റൊന്നിലേക്ക് അവർ മറ്റൊരു മുഖമായി വരികയും ചെയ്യും, അതായത് മുനാഫിഖ് അതാണ് ഉദ്ദേശിക്കുന്നത്. വതജിദൂന ശർറൻ നാസി ദൽ വജ്ഹൈൻ അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വയഅതി ഹഉലാഇ ബിവജ്ഹിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഖുറൈശി ഗോത്രത്തിന് ആളുകളെക്കാൾ ഒരു മുൻതൂക്കം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ, അതായത് ഭരണത്തിൻ്റെ കാര്യത്തിൽ. മുസ്ലിങ്ങളെ പിന്തുടരുന്നിടത്തോളം കാലം, അതുപോലെ അക്രമികളായ ആളുകൾ അക്രമികളെ പിന്തുടരുകയും ചെയ്യുന്നിടത്തോളം കാലം. അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم قال الناس تبع لقريش في هذا الشأن مسلمهم تبع لمسلمهم وكافرهم تبع لكافرهم. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, ആളുകൾ ലോഹങ്ങളെ പോലെയാകുന്നു. അവർക്ക് പല പല രീതിയിലുള്ള ഉൽപ്പത്തി അല്ലെങ്കിൽ ഉത്ഭവം ഉണ്ട്, അതുപോലെ പല പല രീതിയിലുള്ള സ്വഭാവങ്ങളും ഉണ്ട്. അവരിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നല്ലവരായിരുന്നവരും പിന്നീട് ഇസ്ലാമിൽ വന്ന് മതം നന്നായി പഠിക്കുകയും ചെയ്തവർ ആകുന്നു. നിങ്ങൾ കാണും, അവരിലെ ഏറ്റവും നല്ലവർ ഈ കാര്യത്തിൽ, അതായത് വിധി പറയുന്ന കാര്യത്തിൽ ഏറ്റവും വെറുക്കുന്ന ആളുകളായിരിക്കും, അത് താല്പര്യം ഇല്ലാത്ത ആളുകൾ ആയിരിക്കും. അവർക്ക് ബയ്യത്ത് അല്ലെങ്കിൽ സത്യം ചെയ്ത് കൈ കൊടുക്കുന്നത് വരെ. വന്നാസു മാദിനു ഖിയാറുഹും ഫിൽ ജാഹിലിയ്യതി ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖിഹു തജിദൂന മിൻ ഖൈരിൻ നാസി അശദ്ദഹും കറാഹിയതൻ ലിഹാദാ അശ്ശഅനി ഹത്താ യഖാഫിഹി. തൗസ് വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ഖുർആൻ ആയത്ത് ഓതി, എന്നോട് ദയ അല്ലെങ്കിൽ കരുണ കാണിക്കുമ്പോഴല്ലാതെ എനിക്ക് നിന്നോടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ. 42-ാമത്തെ സൂറത്ത് 23-ാമത്തെ ആയത്ത്. സയ്യിദ് ഇബ്നു ജുബൈർ പറയുന്നു, ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധത്തിൻ്റെ കാര്യം ആണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നു, ഖുറൈശി ഗോത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉപഗോത്രങ്ങളിൽ ഉള്ള ഒരു വീടുമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രക്തബന്ധം ഇല്ലാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആയത്ത് ആ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടാണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖുറൈശികളെ, നിങ്ങൾ ഞാനുമായി നല്ല ബന്ധം നിലനിർത്തുക, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിങ്ങളും തമ്മിൽ. അൻ ത്വാവൂസിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ അശൂറ 23. قال فقال سعيد بن جبير قربي محمد صلى الله عليه وسلم فقال إن النبي صلى الله عليه وسلم لم يكن بطن من قريش إلا وله فيه قرابة فنزلت عليه إلا أن تصلوا قرابة بيني وبينكم. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇവിടെ നിന്നും അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നും കിഴക്ക് ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, അൽ ഫിത്തൻ, അതായത് ഭയങ്കരമായ പരീക്ഷണങ്ങൾ
പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളായ കാര്യങ്ങളെയാണ് പറയുന്നത്. അവയൊക്കെ അവിടെ നിന്നായിരിക്കും വരിക. അൽ ഫിത്തൻ എന്നാണ് അതിന് പറയുന്നത്. ഭയങ്കരമായ പരീക്ഷണങ്ങൾ. പരുഷ സ്വഭാവവും ദയ ഇല്ലായ്മയും കരുണ ഇല്ലായ്മയും ഒക്കെ അവിടുത്തെ നാട്ടിൻപുറത്തുകാരായ ആട്ടിടയന്മാരുടെ അല്ലെങ്കിൽ നാടോടികളായ ആളുകളുടെ സ്വഭാവം ആയിരിക്കും. കാരണം അവർ അവരുടെ ഒട്ടകങ്ങളും പശുക്കളും ആയി തിരക്കിലാകുന്നു. അതായത് അവർ ഇടപെടുന്നത് പശുവും ഒട്ടകമൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് അവർ സ്വഭാവം ഇച്ചിരി പരുക്കനായിരിക്കും. അങ്ങനെയുള്ള ഗോത്രങ്ങളാകുന്നു റബിയയും മൂദറും. عن أبي مسعود يبلغ به النبي صلى الله عليه وسلم قال من ها هنا جاءت الفتن نحو المشرق والجفاء وغلظ القلوب في الفدادين أهل وبري عند أصول أذناب الإبل والبقر في ربيعة والمضر. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. അഹങ്കാരവും പൊങ്ങച്ചവും അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് നാട്ടിൻപുറത്തുകാരായ കർഷകർ അല്ലെങ്കിൽ മൃഗങ്ങളെ മേയ്ക്കുന്നവർ അവരുടെ സ്വഭാവമാകുന്നു. അതുപോലെ ക്ഷമ അല്ലെങ്കിൽ വിനീതമായ സ്വഭാവം ഉള്ളവർ ആടുകളുടെ ഉടമസ്ഥരാകുന്നു. അപ്പോൾ ആടിനെ മേയ്ക്കുന്നവർ ഇച്ചിരി സ്വഭാവ ഗുണം ഉള്ളവർ അല്ലെങ്കിൽ ക്ഷമയുള്ളവരൊക്കെ ആയിരിക്കും, മര്യാദയുള്ളവർ. ഒട്ടകത്തിനെയും പശുവിനെയൊക്കെ മേയ്ക്കുന്നവർ അവർക്ക് ഇച്ചിരി പരുഷ സ്വഭാവം കൂടുതൽ ആയിരിക്കും. വിശ്വാസത്തിൽ അവർ യമനികളെ പോലെയും ബുദ്ധിയിൽ അവർ യമനികളെ പോലെയും ആയിരിക്കും. അതായത് അന്നത്തെ കാലത്തെ ഒരു പ്രയോഗമായിരിക്കും. അന്ന് യമനികൾ പൊതുവെ അറിയപ്പെട്ടിരുന്നത് വിശ്വാസത്തിലും ബുദ്ധി അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവരായിരുന്നു അന്ന് മുമ്പിൽ നിന്നിരുന്നത്. അബൂ അബ്ദുള്ള അൽ ബുഖാരി പറയുന്നു, യമൻ അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം കഅബയുടെ വലതുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഷാമിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് കഅബയുടെ ഇടതുഭാഗത്തായിട്ടായിരുന്നു. അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ ഫഖ്റു വൽ ഖുയിലാഇ ഫദ്ദാദീനി അഹ്ലിൽ വബരി വസ്സക്കീനത്തു ഫി അഹ്ലിൽ ഗനമി വൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. ഖാല അബൂ അബ്ദുല്ലാഹി സുമ്മിയത്തിൽ യമനി ലിഅന്നാ അൻ യമീനിൽ കഅബത്തി വശാമ ലിഅന്നാ അൻ യസാരിൽ കഅബത്തി വൽ മശ്അമത്തു വൽ മൈസറത്തു വൽ യദുൽ യുസ്ര വശുമൽ ജാനിബുൽ ഐസറു അൽ അശ്അമു. ഖുറൈശികളുടെ മഹത്വം. മനാഖിബി ഖുറൈശിൻ. മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്തഇം വിശദീകരിക്കുന്നു, അദ്ദേഹം ഖുറൈശികളിൽ നിന്നുള്ള ഒരു പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ മുആവിയയുടെ അടുത്തേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളുകൾ, അതായത് മുആവിയയും മുആവിയയുടെ ആളുകളും കേട്ടു അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ അസി പറഞ്ഞതായിട്ട് കഹത്താൻ ഗോത്രത്തിൽ നിന്നും ഒരു രാജാവ് ഉണ്ടാവും. അത് കേട്ടപ്പോൾ മുആവിയയ്ക്ക് ദേഷ്യം വന്നു. എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അള്ളാഹുവിനെ എത്രമാത്രം അർഹിക്കുന്നുവോ അത്രയും പ്രശംസിച്ചു. അതായത് നന്നായി അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ കേൾക്കുന്നു നിന്നിൽ നിന്നുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു വിശദീകരണം കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. അങ്ങനെ ഒന്ന് അള്ളാഹുവിൻ്റെ ബുക്കിലോ അല്ലെങ്കിൽ കിതാബിലോ അതായത് ഖുർആനിലോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടോ ഇല്ല. അപ്പോൾ തെളിവോടെ അവരുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ മുആവിയയ്ക്ക് അറിയില്ല. അങ്ങനെ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വിവരമില്ലാത്ത ആളുകൾ ആകുന്നു. ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുക. കാരണം ഇത്തരം പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്ന ആളുകൾ വഴിതെറ്റി പോകാറുണ്ട്. അതായത് ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗോത്രത്തിൽ ഒരു രാജാവ് വരും അല്ലെങ്കിൽ വലിയൊരു നേതാവ് വരും എന്നൊക്കെ പറഞ്ഞ് കാത്തുകെട്ടിയിരിക്കുന്നവരെല്ലാവരും വഴിതെറ്റി പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഭരണത്തിൻ്റെ അധികാരം എപ്പോഴും ഖുറൈശികളിലായിരിക്കും. അവരിലേക്ക് ദേഷ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ താല്പര്യക്കുറവോ വച്ചു പുലർത്തുന്ന ആരുണ്ടെങ്കിലും അള്ളാഹു അവരെ നശിപ്പിച്ച് കളയും. അവർ എത്ര നാൾ അള്ളാഹുവിൻ്റെ നിയമവും മതവും അനുസരിച്ച് ജീവിക്കുന്നുവോ, അതായത് ഖുറൈശികൾ നേർമാർഗത്തിൽ ജീവിക്കുകയും അവർ അമീറായി ഇസ്ലാമിക ലോകത്തിനെ ഭരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഒരു രാജാവോ അതല്ലെങ്കിൽ വേറൊരു ഗോത്രത്തിൽ നിന്നുള്ള ഒരു ഭരണാധികാരിയോ അമീറോ ഉണ്ടാവാൻ പാടില്ല. ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും മതത്തിൻ്റെ കാര്യത്തിൽ ഇവരെ അനുസരിക്കണം. അങ്ങനെ ചെയ്യാതെ വന്നാൽ അള്ളാഹു അവരെ നശിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത്. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു,
അവിടെ യമൻ പിന്നെ ഷാം എന്നുള്ള വാക്കുകൾ എന്ന് പറയുന്നത് വലതുവശം ഇടതുവശം എന്നുള്ള വാക്കുകളിൽ നിന്ന് വന്നതാണ് എന്നാണ് പറയുന്നത്. ആ വാക്കുകളുമായി വളരെ സാമ്യമുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളങ്ങനെ 3500 ഹദീസുകൾ കണ്ടു കഴിഞ്ഞു. കാന മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം യുഹദ്ദിസു അന്നഹു ബലഗ മുആവിയതു വഹുവ ഇൻദഹു ഫി വഫ്ദിൻ മിൻ ഖുറൈശിൻ അന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസി യുഹദ്ദിസു അന്നഹു സയകൂനു മലികുൻ മിൻ ഖഹ്താന ഫഗളിബ മുആവിയ ഫഖാമ فأثنى على الله بما هو أهله ثم قال أما بعد فإنه بلغني أن رجالا منكم يتحدثون حديث ليست في كتاب الله ولا تؤثر عن رسول الله صلى الله عليه وسلم فأولئك جهالكم فإياكم والأماني التي تضل أهلها فإني سمعت رسول الله صلى الله عليه وسلم يقول إن هذا الأمر في قريش لا يعاديهم أحد إلا കബ്ബഹുല്ലാഹു അലാ വജ്ഹിഹി മാ അഖാമുദ്ദീൻ. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.